വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ അഡ്വർബിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അഡ്വേർബ്സ് ഇൻ സെന്റൻസസ്. സെന്റൻസുകളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്നവയാണ് അഡ്ജക്റ്റീവും അഡ്വർബ്സും. അഡ്വർബ് എന്താണ് ചെയ്യുന്നത്? അഡ്വർബ് മോഡിഫൈസ് ദ വെർബ്, മെയിൻലി ദ വെർബ്. പക്ഷേ it modifies an adjective and also another adverb. അഡ്വർബ് മെയിൻ ആയിട്ടും വെർബിനെ മോഡിഫൈ ചെയ്യുന്നു, എന്നാൽ അത് അഡ്ജക്റ്റീവിനെയും മോഡിഫൈ ചെയ്യും, അഡ്വർബിനെ തന്നെയും മോഡിഫൈ ചെയ്യും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അഡ്വേർബ്സ് ഇൻ സെന്റൻസസ് എന്നുള്ളതാണ് ഈ വീഡിയോ. അഡ്വർബ് ഓഫ് പ്ലേസ്. ഈ അഡ്വർബ് ഈ സെന്റൻസുകളിലെല്ലാം തന്നെ ഈ അഡ്വർബ് ഇറ്റ് മോഡിഫൈസ് ദ വെർബ്. അതുപോലെ തന്നെ വേർ എന്നുള്ളതിന്റെ ആൻസേഴ്സ് ആണ്, ആൻസേഴ്സ് ആയിട്ടാണ് ഈ അഡ്വർബ് വരുന്നത്. It answers the question where it happens. The dog chased the cat everywhere. ആ നായ പൂച്ചയെ എല്ലാവിടെയും ഓടിച്ചു എന്ന് പറയുന്ന ഈ സെന്റൻസിൽ where the dog chased the cat, എവിടെയാണ് ചേസ് ചെയ്തത് നായ പൂച്ചയെ? everywhere, എല്ലാവിടെയും, കോമ്പൗണ്ടിന്റെ എല്ലാവിടെയും അതിനെ ഓടിച്ചു എന്നാ പറയണ. ചേസ് ചെയ്തു. where the action happened, everywhere. അപ്പൊ ഇത് ആൻസർ ആയിട്ട് വരുന്നത് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അതിനെ അഡ്വർബ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. വി സ്ലെപ്റ്റ് ഓവർ there. ഇതിന് ട്രെയിൻ വരാൻ വൈകി, അതുകൊണ്ട് വി സ്ലെപ്റ്റ് ഓവർ there എന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. വി സ്ലെപ്റ്റ് ഓവർ there, ഞങ്ങൾ അവിടെയാണ് ഉറങ്ങിയത്. ഓവർ there, ഇവിടെ where we slept, over there. അതിന്റെ ആൻസർ ആയിട്ട് ഇത് വരുന്നു. where we slept, over there. when we slept എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കിട്ടില്ല. how we slept എന്ന് ചോദിച്ചാലും കിട്ടില്ല. പക്ഷെ where we slept എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വരുന്നു. where we slept, over there, അവിടെ. അപ്പൊ ഇത് അഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. വരുൺ പെയിന്റഡ് ദ വിൻഡോ ഇൻ ദ കിച്ചൺ. ഇവിടെ where വരുൺ പെയിന്റഡ് ദ വിൻഡോ, എവിടെയാണ് വരുൺ പെയിന്റ് ചെയ്തത് വിൻഡോ? ഇൻ ദ കിച്ചൺ, കിച്ചണിലെ വിൻഡോ ആണ് പെയിന്റ് ചെയ്തത്. where it happens, in the kitchen. അപ്പൊ ഇത് വെർബിനെ മോഡിഫൈ ചെയ്യുന്നു, വേറെന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് അഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. വരുൺ പെയിന്റഡ് ദ വിൻഡോ ഇൻ ദ കിച്ചൺ എന്നുള്ളത് അഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. It tells us where the action happened. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അഡ്വർബ് ഓഫ് പ്ലേസ് എന്നറിയപ്പെടുന്നു. അഡ്വർബ് ഓഫ് ടൈം. It answers the question when the action happens എന്നുള്ളതിന്റെ ആൻസർ ആണ് അഡ്വർബ് ഓഫ് ടൈം നമുക്ക് നൽകുന്നത്. We arrived at the railway station early. When we arrived at the railway station, early. എപ്പോഴാ എത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ? ഏർലി, നേരത്തെ എത്തി. അപ്പൊ ഏർലി എന്നുള്ളത് അഡ്വർബ് ആണ്, അത് അഡ്വർബ് ഓഫ് ടൈം ആണ്. കാരണം ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ when. We arrived at the railway station early. അപ്പൊ when we arrived at the railway station എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആ സെന്റൻസിലുണ്ട്. when we arrived early. He is going to Mumbai on Monday. അവൻ മൺഡേ മുംബൈയിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ he is going to Mumbai. when he is going to Mumbai, on Monday. എപ്പോഴാ പോണത് മുംബൈയിലേക്ക്? on Monday. അപ്പൊ നമുക്ക് വീട്ടില് I am going to Mumbai എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ വീട്ടിലുള്ളവർ ചോദിക്കും when are you going. അപ്പൊ ഇതൊക്കെ കോമൺ ആയിട്ട് ഈ അഡ്വേർബുകള് സെന്റൻസുകളിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. എല്ലാ സെന്റൻസുകളിലും അഡ്ജക്റ്റീവും അഡ്വേർബും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കി കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ വീട്ടിൽ ഐ ആം ഗോയിങ് ടു മുംബൈ എന്ന് മാത്രം പറഞ്ഞ വീട്ടിലുള്ളവർ ചോദിക്കും when are you going. അപ്പൊ നമുക്ക് പറയണം. അപ്പൊ സെന്റൻസ് ഇങ്ങനെ ഫുൾ ആയിട്ട് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ചോദ്യവും ഇല്ല. ഐ ആം ഗോയിങ് ടു മുംബൈ ഓൺ മൺഡേ. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം,
I am going to Mumbai on Monday morning. കറക്റ്റ് സമയവും പറയാം. He is going to Mumbai on Monday എന്നുള്ളതിൽ when he is going to Mumbai on Monday. അപ്പോൾ on Monday എന്നുള്ളത് ഒരു അഡ്വർബ് ഫ്രേസ് ആണ്, കാരണം രണ്ട് വേർഡ് ഉണ്ട്, on Monday. അപ്പോൾ അത് അഡ്വർബ് ഫ്രേസ് ഓഫ് ടൈം ആണ്. Varun painted the window today morning. When Varun painted the window? Today morning. ഇന്ന് രാവിലെയാണ് വരുൺ പെയിന്റഡ് ദ വിൻഡോ. ഇതും പെയിന്റഡ് എന്നുള്ള വെർബിനെ മോഡിഫൈ ചെയ്യുന്നു. വെൻ ദാറ്റ് ആക്ഷൻ ഹാപ്പൻഡ് എന്നുള്ളതിനുള്ള വിവരമാണ് ടുഡേ മോർണിംഗ്. വെൻ വരുൺ പെയിന്റഡ് ദ വിൻഡോ? ടുഡേ മോർണിംഗ്. അപ്പൊ ഇതൊക്കെ എല്ലാ സെന്റൻസുകളിലും കോമൺ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് സംസാരിക്കുമ്പോഴും കൃത്യമായിട്ട് പറയണ്ടേ ഓരോ കാര്യങ്ങൾ. ഐ എം ഗോയിങ് ടു മുംബൈ ഓൺ മൺഡേ മോർണിംഗ് എന്നൊക്കെ പറയണമെങ്കിൽ അതൊക്കെ അറിയണം. Adverb of manner. It answers the question how the action happens. She listened carefully. How she listened? Carefully, not carelessly. She listened carefully. How she listened? Carefully. How എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അഡ്വേർബ്. സോ ഇറ്റ് ഈസ് അഡ്വേർബ് ഓഫ് മാനർ. ഷീ ലിസൺ കെയർഫുള്ളി. വെരി കെയർഫുള്ളി എന്ന് എഴുതാം. നമുക്ക് അതിൻ്റെ കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടാണ് അവൾ കേട്ടത്. ഷീ ലിസൺഡ് കെയർഫുള്ളി. വെരി കെയർഫുള്ളി എന്നല്ല, ഇവിടെ കെയർഫുള്ളി അത് മതി. ഹി പ്ലേസ് ദ ഗിറ്റാർ ബ്യൂട്ടിഫുള്ളി. He plays the violin beautifully. ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി എന്നുള്ളതും അഡ്വേർബ് ആണ്. അത് അഡ്വേർബ് ഓഫ് മാനർ ആകുന്നു. എന്താ കാരണം? ഹൗ ഹി പ്ലേസ് ദ ഗിറ്റാർ, എങ്ങനെയാ പ്ലേ ചെയ്യുന്നത്? ബ്യൂട്ടിഫുള്ളി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവൻ്റെ ഗിറ്റാർ വായന. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹി പ്ലേസ് ദ ഗിറ്റാർ. ഹൗ? Beautifully. She plays the violin beautifully. ഇവിടെ ബ്യൂട്ടിഫുള്ളി എന്നുള്ളതാണ് അഡ്വേർബ്. അതൊരു അഡ്വേർബ് ഓഫ് മാനർ ആണ്. അതിന് കാരണം ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഹൗ. ഇവിടെ വേറെന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. വെൻ എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. വെൻ ഹി പ്ലേസ് ദ ഗിറ്റാർ എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. വേർ ഹി പ്ലേസ് ദ ഗിറ്റാർ എന്ന് ചോദിച്ചാലും ആൻസർ ഇല്ല. എന്നാൽ ഹൗ ഹി പ്ലേസ് ദ ഗിറ്റാർ എന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ട്. ബ്യൂട്ടിഫുള്ളി. അപ്പൊ ഇത് അഡ്വേർബ് ഓഫ് മാനർ ആകുന്നു. ഇങ്ങനെ നിറയെ സെന്റൻസുകൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ to improve writing skill means you have to write a lot about. First you write about yourself. We live in Coimbatore but our native place is in Palakkad. എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. ഇല്ല, ഞാൻ എന്നെ കുറിച്ച് എഴുതാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണെങ്കിൽ ഫ്രണ്ടിനെ കുറിച്ച് എഴുതുക. യുവർ ക്ലാസ്മേറ്റ്, യുവർ ഫ്രണ്ട്സ്. ഒരു വ്യക്തിയെ കുറിച്ച് എഴുതാം. നിങ്ങളുടെ ക്ലാസ്മേറ്റോ, നിങ്ങളുടെ നെയ്ബറോ, നിങ്ങളുടെ ഫ്രണ്ടോ. ഇല്ല, അതൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇമാജിൻ വൺ നെയിം, റൈറ്റ് അബൌട്ട് ദാറ്റ് നെയിം. ദാറ്റ് നെയിം മീൻസ് ദാറ്റ് പേഴ്സൺ, ഗേൾ ഓർ ബോയ്, വാട്ട് എവർ. അങ്ങനെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ വായിച്ച സെന്റൻസുകളിലൊക്കെ അങ്ങനെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ എഴുതുകയാണെങ്കിൽ അതൊരു സ്റ്റോറിയായി. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ക്യാരക്ടർ, ഇറ്റ്സ് എ ഇമാജിനറി ക്യാരക്ടർ. അങ്ങനെ എന്തെങ്കിലും എഴുതണം. ഹെർ സിസ്റ്റർ കോൾഡ് മീ ലൗഡ്ലി. ഹൗ ഷീ കോൾഡ് മീ, എങ്ങനെയാ വിളിച്ചത് തന്നെ? ലൗഡ്ലി. റോഡിലൂടെ പോവുകയായിരുന്നു. ഹെർ സിസ്റ്റർ കോൾഡ് മീ ലൗഡ്ലി. അപ്പൊ ഇവിടെ ലൗഡ്ലി എന്ന് പറയുന്നത് അഡ്വർബ് ആണ്. ഇറ്റ് മോഡിഫൈസ് ദ വെർബ് കോൾഡ്. ഹൗ ദാറ്റ് ആക്ഷൻ ഹാപ്പൻഡ്. അഡ്വർബ് ഓഫ് മാനർ ആകുന്നു. അഡ്വർബ് ഓഫ് ഡിഗ്രി. അഡ്വർബ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത് ഹൗ മച്ച് എന്ന ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഓർ ഇറ്റ് ഷോസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ആക്ഷൻ. ഇവിടെ ആക്ഷൻ വെർബ് അല്ല നമ്മൾ ഈ പറയുന്ന
പറയാൻ പോകുന്ന 2 സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ലിങ്കിങ് വെർബാണ് ഉപയോഗിക്കുന്നത്. ബട്ട് യു റിമെമ്പർ ഇറ്റ് ഷോസ് ദ ഇന്റൻസിറ്റി. അതർവൈസ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്നുള്ള ഇതിന് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഹർ ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. അവളുടെ ആൻസർ കറക്റ്റ് ആണ്. അതായത് ഹർ ആൻസർ ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. അവളുടെ ആൻസർ റൈറ്റ് ആണ്. ഇവിടെ ലിങ്കിങ് വെർബാണ്, ആക്ഷൻ വെർബ് അല്ല, സ്റ്റേറ്റ് വെർബ്. ഹർ ആൻസർ ഈസ് റൈറ്റ്. അവളുടെ ആൻസർ റൈറ്റ് ആണ്. പക്ഷേ നമ്മൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഹൗ മച്ച് ദ ആൻസർ ഈസ് റൈറ്റ്, ഓർ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദ ആൻസർ ഈസ് റൈറ്റ്. ഹർ ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ഹർ ആൻസർ ഈസ് എക്സ്ട്രീംലി റൈറ്റ്. ടോട്ടലി റൈറ്റ്. അവളുടെ ആൻസർ ടോട്ടലായിട്ടും റൈറ്റ് ആണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഹൈ ആണ്. ഹൈ ഇൻറ്റൻസിറ്റി ആണ്. അതായത് ആ റൈറ്റ് എന്നുള്ളത് മാക്സിമം റൈറ്റ് ആണ് എന്നർത്ഥം. അതായത് അബ്സല്യൂട്ട്ലി, ടോട്ടലി ഇറ്റ് ഈസ് റൈറ്റ്. അപ്പൊ അങ്ങനെയും ഉപയോഗിക്കാറുണ്ട് അഡ്വർബുകൾ. അബ്സല്യൂട്ട്ലി, ടോട്ടലി, എക്സ്ട്രീംലി. ഹൈ ഇൻറ്റൻസിറ്റി കാണിക്കുന്നവയും ലോ ഇൻറ്റൻസിറ്റി കാണിക്കുന്നവയും ഉണ്ട്. വരുൺ ഈസ് ക്വൈറ്റ് ഗുഡ് ഇൻ റീഡിങ്. വരുൺ ഈസ് എന്താണ്? വരുൺ റീഡിങ്ങിൽ കുഴപ്പമില്ല. ക്വൈറ്റ് ഗുഡ് എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ്, കുഴപ്പമില്ല. അവൻ റീഡിങ്ങിലും കുഴപ്പമില്ലാതെ ഉള്ളൊരു കുട്ടിയാണ്, വായിക്കാനൊക്കെ കഴിയുന്ന കുട്ടിയാണ്. വരുൺ ഈസ് ക്വൈറ്റ് ഗുഡ് ഇൻ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മീഡിയം ഇൻറ്റൻസിറ്റി. അങ്ങനെ ഇൻറ്റൻസിറ്റിന്റെ കാര്യത്തിൽ ലോ ടു ഹൈ ഉണ്ട്. ഇത് ക്വൈറ്റ് എന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മീഡിയം ഇൻറ്റൻസിറ്റി എന്ന് പറയാം. വരുൺ ഈസ് ക്വൈറ്റ് ഗുഡ് ഇൻ റീഡിംഗ്. അനു ഈസ് ക്വൈറ്റ് ഗുഡ് ഇൻ റൈറ്റിംഗ്. അരുൺ ഈസ് എക്സ്ട്രീംലി ഗുഡ് ഇൻ റീഡിംഗ് എന്ന് പറയാം. എക്സ്ട്രീംലി ഗുഡ് എന്ന് വെച്ചാൽ വളരെ ഗുഡാണ്. എക്സ്ട്രീംലി, ഇതിലപ്പുറത്തേക്കില്ല. അത്ര മാക്സിമം ഇൻറ്റൻസിറ്റിയാണ് അതിനുള്ളത് എക്സ്ട്രീംലി എന്നൊക്കെ പറയുമ്പോൾ. വരുൺ ഈസ് ക്വൈറ്റ് ഗുഡ് ഇൻ റീഡിംഗ് എന്ന് പറയുമ്പോൾ ക്വൈറ്റ് ഗുഡ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, നമുക്ക് പറയേണ്ടി വരാറുണ്ട് അങ്ങനെ. അപ്പൊ ആ സമയത്ത് നമ്മൾ അവൻ വായനേന്റെ കാര്യത്തിലൊക്കെ കുഴപ്പമില്ല എന്ന് പറയണേ എങ്ങനെ പറയും എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് വരും. എങ്ങനെ ഇതിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതും? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട്. വരുൺ ഈസ് ക്വൈറ്റ് ഗുഡ് ഇൻ റീഡിംഗ്. ഹി ഈസ് ആൾസോ ക്വൈറ്റ് ഗുഡ് ഇൻ റൈറ്റിംഗ് എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ അഡ്വർബ് ഓഫ് ഡിഗ്രി, ഇന്റൻസിറ്റി, ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് എന്നൊക്കെ കാണിച്ചു തരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക.